അങ്ങനെ നബി തങ്ങളോട് അവളുടെ ഭർത്താവ് വന്ന വിവരം പറഞ്ഞു. നബി തങ്ങൾ ദീർഘമായി ചിന്തിച്ചു നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞു. ആ വിഷയം സത്യമാകാതെ ശരിയാകാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമായില്ലേ? അപ്പൊ നബി തങ്ങളുടെ മഹത്വത്തെക്കാൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുകയല്ലേ മൗലിദ് കിതാബ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രചരണം. ഇല്ല, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനേക്കാൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമുണ്ട് എന്നൊന്നും പറയാനല്ല ഇവിടുത്തെ സംഭവം. ഇനി ഒരു ഹദീസ് ഞാൻ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉദ്ധരിക്കട്ടെ. ഇതിന് സമാനമാകുന്ന ഒരു സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ സംഭവം ഉദ്ധരിക്കുന്ന നബിതങ്ങളുടെ മഹത്വത്തെക്കാൾ വേറെ ആൾക്ക് മഹത്വമുണ്ട് എന്ന് പറയാനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിനൊരു സംഭവം നോക്കൂ നിങ്ങൾ. എന്താണ് സംഭവം? അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നളറിന്റെ പുത്രിയായ റുബയ്യ തന്റെ അടിമസ്ത്രീയുടെ പല്ല് പൊട്ടിക്കുകയുണ്ടായി. പല്ല് പൊട്ടിച്ചപ്പോൾ അതിന് പ്രതികാരം വേണമെന്ന് അവളുടെ കുടുംബക്കാരായ ആളുകൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇബ്നത്തുൽ നളർ റുബയ്യയുടെ കുടുംബക്കാരാകട്ടെ അവർ പറഞ്ഞു, നിങ്ങൾ മാപ്പ് ചെയ്യണം. പക്ഷേ ആ അടിമ സ്ത്രീയുടെ കുടുംബക്കാർ അത് അനുവദിച്ചില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് അവർ ചെല്ലുകയാണ്. രണ്ട് കൂട്ടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറഹും ബിൽ ഖിസാസ്, പ്രതിക്രിയയ്ക്ക് വേണ്ടി കൽപ്പിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതുക്സറു ബനിയത്തു റുബയ്യ യാ റസൂലല്ലാഹ്, റുബയ്യയുടെ പല്ല് പൊട്ടിക്കപ്പെടുകയോ നബിയേ? വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തുക്സറു ബനിയത്തുഹാ, അങ്ങേ ഏതൊരു നാഥനാണോ പറഞ്ഞേച്ചത് ആ നാഥനത്തിന്റെയാണ് സത്യം, അവളുടെ പല്ല് പൊട്ടിക്കപ്പെടുകയില്ല. കണ്ടോ? അവളുടെ പല്ല് പൊട്ടിക്കപ്പെടുകയില്ല. അപ്പൊ നബികൾ പറയുന്നു, അല്ലാഹുവിന്റെ കിതാബ് പറയുന്നത് പ്രതികാരം ചെയ്യണമെന്നാണ്. ഫർളിയൽ ഖൗമി ഇതങ്ങ് കേട്ടപ്പോൾ ജനങ്ങൾ അത് തൃപ്തിപ്പെടുകയാണ്. ആ അടിമസ്ത്രീയുടെ കുടുംബക്കാരെ തൃപ്തിപ്പെടുകയും അപ്പോൾ അവർ അത് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്യുന്നു. فقال النبي صلى الله عليه وسلم, അപ്പോൾ നബി തങ്ങൾ പറയുന്നു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ, അല്ലാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അല്ലാഹുവിന്റെ മേൽ സത്യം ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് അവരങ്ങ് പറഞ്ഞാൽ ഒരു വിഷയം പറഞ്ഞാൽ അല്ലാഹു തആല അത് പൂർത്തീകരിച്ചു കൊടുക്കുന്ന, സത്യമാക്കി കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ പടച്ചറപ്പിന്റെ അടിമകളിൽ ഇബാദിൽ ഉണ്ടെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവം. നിങ്ങൾ ചിന്തിക്കുകയെ
ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മഹത്വമുള്ള ആളായി എന്ന് വിവരമുള്ള ആളുകൾ പറയുമോ? ഇല്ല. എന്നാൽ അതേപോലെ തന്നെയാണ് നേരത്തെയുള്ള സംഭവം. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ യഥാർത്ഥമായ വിഷയം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. വാതിന്റെ കോലായി കേട്ടത് മറുപടി എന്താ? സംഭവം ഞാൻ വായിച്ച നീട്ടി വായിക്കുകയാണ്. നല്ല സ്പീഡിലും ഗൗരവത്തിലൊക്കെ വായിച്ച് അവസാനം എത്തി. അവിടെ എത്തിയെന്നറിയോ? ഇതാ റസൂലുള്ളാഹി ഫനദറ തവീലാ, അങ്ങേറ്റം ചിന്തിച്ചു പോയി, നോക്കിന്നൊക്കെ അർത്ഥം പറയും. ഫനദറ നോക്കിയതാണ്. അപ്പൊ റസൂലുള്ളാഹി വളരെ കൂടുതൽ നോക്കി. ഫജാഅ ജിബ്രീലു അലൈഹിസ്സലാം, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. കാല പിന്നെ കാലയാണ്. കാലെന്താ? ബാക്കി വായിക്കാൻ പറ്റൂല. ബാക്കി വായിച്ചാൽ നമ്മുടെ കയ്യിൽ മറുപടി ഉണ്ട്. അതിനൊപ്പിച്ചിട്ട് എന്തെടുക്കണം? മറ്റേ ഒന്ന് ഷൂട്ടാക്കണം. വായിച്ചു വന്നപ്പോ എത്തിപ്പോയി. അവിടെ വരെ എത്താൻ വിചാരിച്ചല്ല, പക്ഷെ വായിച്ചു വന്നപ്പോ എത്തിപ്പോയി. അവസാനം മൂപ്പര് ഇടങ്ങേറായി. എന്നിട്ട് എന്തായി? അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഈ ജാതി തട്ടിപ്പ് ഒന്നുകൂടി നിങ്ങൾ ആ ഭാഗം കേൾക്കുക. കൃത്രിമം തെളിവുണ്ടാക്കാൻ ശ്രമിക്കുക. ആ ഭാഗം ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക. ദീർഘമായി ചിന്തിച്ചു നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പണ്ട് വാദവരെ കുട്ടി അടിച്ചെന്ന പോലെ കവി പറഞ്ഞിരിക്കുന്നു. എന്താണോ പറഞ്ഞത് അതറിയില്ല. അത് പറയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതുകൂടി പറയൂ. എന്താ പറഞ്ഞത്? അതേ പ്രവാചകരെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയാണ്, യാ മുഹമ്മദേ അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, നീ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. പക്ഷേ വലാകിൻ ലമ്മാ ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? ഇന്നകി തജ്തമീന ബിഹി, ഇന്ന് രാത്രി നിന്റെ ഭർത്താവ് വീട്ടിലെത്തുമെന്ന് അബൂബക്കർ പറഞ്ഞപ്പോ ഇസ്തഹയല്ലാഹു അയ്യജ്രിയ അലാ ലിസാനിഹിൽ കദിബ്, അബൂബക്കറിന്റെ നാവിൽ നിന്ന് കളവ് പുറത്തു പറഞ്ഞത് അള്ളാഹ്ക്ക് നാണമായി പോയി. അപ്പം മുത്തുനബിയുടെ നാവിൽ നിന്ന് കളവ് വന്നാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്റെ നാവിൽ നിന്ന് കളവ് വരുന്നത് അള്ളാഹ്ക്ക് നാണമായി പോയി. അതുകൂടി വായിച്ചാൽ ഒപ്പിച്ച തെളിവ് പറയാൻ പറ്റൂല. അതുകൂടി വായിച്ചു കഴിഞ്ഞാൽ ഒപ്പിച്ച തെളിവ് പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്തെടുത്തു? കാല പറഞ്ഞു, അബൂബക്കർ പറഞ്ഞു, വന്നു. അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ആലോചിക്കണം. ഇതാണ് സഹോദരങ്ങളെ മൗലിദ് ന്യായീകരിച്ച് മൗലിദും ചൊല്ലി കാശും മേടിച്ച് പള്ളി നിറച്ച് ബിരിയാണി തിന്നു പോകുന്ന മുസ്ലിയാക്കന്മാരുടെ പോലെ ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? അതിനുവേണ്ടി വാദിക്കുന്ന മുസ്ലിയാക്കന്മാരാ, അതിനുവേണ്ടി തെളിവ് പറയാൻ നിൽക്കുന്ന മുസ്ലിയാക്കന്മാരാ. എന്നിട്ട് ഒരു ഇബാറത്ത്, മൗലിദിലെ ഒരു ഇബാറത്ത് അതെന്താണ് എന്ന് പറയാൻ പോലും കഴിയാതെ പോവുകയാണ്. എന്നിട്ട് ഉബ്ബുർ റസൂല് ഫോണ്ട് മാറ്റി ബോട്ടും വെച്ചിട്ട് വലിയ സ്നേഹം പ്രകടിപ്പിക്കാൻ. പൊന്നാര സ്നേഹാണ് അല്ലേ? പൊന്നാര സ്നേഹല്ലേ? മാത്രമാണ് കളവ്, പച്ചക്കളവ് റസൂലുള്ളാഹിന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ലേ? അത് വഹാബിന്റെ മൗലിദ് കിതാബിലാണ്. എന്ത് പറഞ്ഞാലും ഇതിനെ തെറ്റൊക്കെ ചൂണ്ടിക്കാണിക്കും പറയുന്നത് വഹാബികളാണ് മൗലിദ് കിതാബ് അടിച്ചിറക്കുന്നത്. അതുകൊണ്ട് എന്തെടുക്കും? വഹാബികൾ മനഃപൂർവ്വം മൗലിദിൽ കൃത്രിമം കാണിക്കാണ്. ഉണ്ടോ? അങ്ങനെ വാദിക്കുന്നത്. ഇനി ആ പണി നടക്കൂല. കാരണം ഇവരിപ്പോ മർക്കസിന്റെ മർക്കസിലെ മുദർരിസായ അബ്ദുൽ അസീസ് സഖാഫി അദ്ദേഹം പ്രകാശനം ചെയ്ത ഏറ്റവും വലിയ മൗലിദ് കിതാബ് 366 വക തെറ്റുകൾ തിരുത്തി, എല്ലാ തെറ്റും തിരുത്തി, ഹത്തൊക്കെ തിരുത്തി ഇറക്കിയ മൗലിദ് കിതാബ്. ആ മൗലിദ് കിതാബിൽ ഇടക്കുന്നുണ്ട്. അപ്പൊ അത് മുജാഹിദ് ഇറക്കിയാൽ പറയൂലല്ലോ. നാളെ വന്നിട്ട് പറയോ? ഇല്ല. അതിന് ഫോട്ടോ ഉണ്ട്. ആ അസീസ് സഖാഫിയുടെ ഫോട്ടോ ഉണ്ട്, പ്രകാശനം ചെയ്ത ഫോട്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉഷാറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിഷേധിച്ച കാണിച്ചറ ഒന്നൊന്നായി ഉണ്ടോ? ആ പ്രകാശനം ചെയ്ത തെറ്റ് തിരുത്തിയ മൗലിദ് കിതാബിൽ അടക്കം എന്താണെന്നറിയോ? ഒരു കഥ, കള്ളക്കഥ.